പേടിയും സങ്കടവും എല്ലാം കൂടി ശരിക്കും എൻ്റെ ഒരു കഴിഞ്ഞൊരു രാത്രി നമ്മൾ ഇത്രയും പച്ചക്കറികളായിട്ട് പൊട്ടിച്ചെടുത്തേ. നോക്കുമ്പോൾ കല്യാണിക്കുട്ടീനെ മാത്രമേ കാണാനുള്ളൂ, ബാക്കി ആരും കാണാനില്ല. അയ്യോ എൻ്റെ മേലേക്ക് വെള്ളം തുറപ്പിക്കണേണ്ട. ഇത് പണിസ്ഥലത്തേക്ക് കൊടുക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാം. അയ്യോട്ടാ, ഇപ്പം തൊട്ടേ രാവിലെ എന്നും കഞ്ഞിക്ക് പയറാട്ടാ. ബട്ട് കൂർക്കയുടെ ടൈം ആയിരുന്ന സമയത്ത് എന്നും കൂർക്കായിരുന്നു. നമുക്ക് പച്ചപ്പയറും പൊട്ടിക്കാനുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ചുവപ്പ് പയറും പൊട്ടിക്കാണ്ടിട്ടാ. നന്നായിട്ടുണ്ടാവണം ഒരു പയറ്. കുറ്റിപ്പയറാകുമ്പോൾ പിന്നെ പടരൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ ഇടുന്നോളും. ഈ അത്യാവശ്യം പുല്ലൊക്കെ നിൽക്കണ കാരണം, ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞു, പുല്ലൊക്കെ നിൽക്കണ കാരണം എന്താ പറയുക, കേടുകളൊന്നും ഇല്ല. ഒരു എന്താ പറയുക, ഒന്നിൻ്റെ ഒരു ശല്യമില്ലാത്ത പോലെ. ഈരണ്ടിശ് ഉണ്ടായിട്ടാ. ഇതേപോലെ തന്നെ ചുവപ്പ് പയറും പൊട്ടിക്കാണ്ട്. നമ്മുടെ നോക്കിയേ ചുവപ്പ് പയറുമ്പോൾ തത്ത് തുടങ്ങിയിട്ടാ. അതെ കണ്ടോ, ഇതൊക്കെ തിന്നത് എന്ത് ഭംഗിയുടെ നോക്കി, ഇതൊക്കെ തിന്ന് നോക്കണേ. അപ്പോൾ നമ്മളിതാ പച്ചപ്പയറും ചുവപ്പും പയറായിട്ട് ഇത് എത്രയും പൊട്ടിച്ചു വിട്ടാ. ഇനി വീട്ടിൽ പോകണം, എന്നിട്ട് പിന്നെ അങ്ങോട്ട് വരണപ്പോൾ തന്നെ അയ്യോ കളയാൻ പറ്റില്ലല്ലോ. വയ പേളിക്കുട്ടിയെ, കാലത്ത് നല്ല ഇളം വെയിൽ കൊള്ളാൻ സുഖം ഉണ്ടല്ലേ പേളിക്കുട്ടിയെ. പോവാ ടേസും കൂട്ടാ. വാ, വെളുത്തുള്ളി, വേപ്പില, അതേപോലെ തന്നെ കുത്തിപ്പൊടിമുളക് ഇതെല്ലാം കൂടി ചതച്ച് നമ്മളിത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് പയറിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പയറ് മെഴുക്കുമുട്ടി ഇതാ റെഡി ആയിട്ടാ. പിന്നെ ഞാൻ വെച്ചിട്ടുള്ളത് ഒരു പരിപ്പ് കറിയാണ് ഇതാ. പിന്നെ നമ്മുടെ അമരക്കായ ഒന്നിൽ ഇരിക്കേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമരക്കായ കൊണ്ടൊരു മെഴുക്കുപൂട്ടി തന്നെയായിട്ട് ഉണ്ടാക്കി നോക്കണേ. മെഴുക്കുപൂട്ടി ഉണ്ടാക്കണതാണ് ഇവിടെ കൂടുതൽ ഇഷ്ടേ. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കഴിഞ്ഞു പിടിക്കാൻ ഷായട്ടിനെ വിളിക്കണം. ഇത് അമ്മയുടെ കുട്ടികൾക്ക് ഉള്ളതല്ല, അമ്മയുടെ കുട്ടികൾക്ക് വേറെ തരാം കേട്ടാ. വാ വളമുറ്റേ, കുട്ടികൾക്ക് ഞാൻ ചീര അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടാ. അയ്യോ എൻ്റെ മേലേക്ക് വെള്ളം തുറപ്പിക്കണേണ്ട. നമ്മളെ കുളിപ്പിക്കവര്. അച്ചു അമ്മയുടെ കുട്ടികൾക്ക് മേലേക്ക് വെള്ളമായോ? അമ്മയുടെ കുട്ടികളുടെ മേലേക്ക് വെള്ളമായോ? എൻ്റെ മേലേക്ക് വെള്ളമായി കേട്ടോ. വാ, മീനിയുടെ തീറ്റ പാത്രം എടുത്ത് വയ്ക്കണ്ടേ? അതെല്ലാം എടുത്ത് വെച്ചത് ഞാൻ ഇവിടെ കുട്ടികൾക്ക് എന്നിട്ട് വേണ്ടേ? ഷായേട്ടനെ പറമ്പിൽ നേരത്തെ കളക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഞാൻ അങ്ങോട്ട് പോവാൻ നമുക്ക്. അവിടെ എത്രയോ നേരത്തെ തുടങ്ങിയെന്നറിയോ ഷായേട്ടൻ്റെ പണികൾ. കുട്ടിപ്പട്ടാളം ഞാൻ കിടക്കട്ടെ. അപ്പോൾ അതായത് നമ്മുടെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇന്നത്തെ ദിവസം ഷായിട്ട് നേരത്തെ നിന്ന് കളിച്ചിട്ടുള്ള ഭാഗങ്ങളാട്ടെ ഈ കാണുന്നതൊക്കെ.
ഷൈഡിൻ്റെ ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ രാവിലത്തെ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ളൂ ഷൈഡിൻ്റെ ബാക്കി എന്തും ചെയ്യലേ. ഷൈട്ടാ അപ്പം നമ്മുടെ ഈ തെങ്ങിൻ്റെ കടയ്ക്ക് നോക്കിയേ, ഇത് നോക്കിയതാ. നമ്മൾ പറയാറുണ്ടല്ലോ നമുക്ക് തെങ്ങിൻ്റെ കട മാന്താന്ന് പറഞ്ഞ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അത് വേണ്ടി എന്താ പറയുക, കുറേ ഈ ചവറുകളും ഈ ചെത്തി കൊണ്ടതൊക്കെ അവിടേക്ക് ഇടും. കുറച്ച് കഴിയുമ്പോഴേക്കും അത് കമ്പോസ്റ്റ് മാരിയാവും. അത് വീണ്ടും ഇങ്ങോട്ട് കോരിയിടും. അങ്ങനെയാണ് ഇനി അടുത്ത നമുക്ക് വേസ്റ്റുകൾ കൊണ്ടുവന്നിടാൻ പറ്റിയ സ്ഥലമായി ഇത്. അപ്പോൾ ശരിക്കൊരു ഏത് സമയത്തെങ്കിലും തുറക്കൽ അടയ്ക്കലാകെ തെങ്ങിൻ്റെ കടകൾ. പിന്നെ ഈ സ്ഥലം നോക്കിയേ, കഴിഞ്ഞ പ്രാവശ്യം സ്മിത ചീര അരിയുന്നത് കാട്ടിയിട്ടുണ്ടോ? ചുവന്ന ചീര, ചുവപ്പ് ചീര അരിയുന്നത് കാട്ടിയില്ലേ? ഇനി ഇതിൽ കൊത്തി കളച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് നമുക്ക് ചോള നടാനായിട്ട്. അപ്പം അങ്ങനെ ഷൈഡിൻ്റെതായ പണികൾ എന്നും ഇതുള്ളതായിട്ടാ ഒരു ഭാഗത്ത്. അല്ലെങ്കിൽ പിന്നെ ഈ ഭാഗമല്ലേ, ഈ ഭാഗം ഇത് ചീരയ്ക്ക് വേണ്ടിയിട്ടാണ് ആക്കണത്. കുറേ ചീരത്തൈകൾ മുളച്ച് നിൽക്കണം. നിറച്ചേ പറമ്പിൽ നിറച്ച ചീര എന്ന് പറയില്ലേ, അതേമാതിരിയാ. അതേമാതിരി പച്ചമുളക് തൈകളും. കണ്ടോ, മണ്ണ് നന്നായിട്ട് ആദ്യം നന്നായിട്ടൊന്ന് കളിച്ച് വീണ്ടും ആ മണ്ണ് ഒന്നും കൂടി കൊത്തി ഇളക്കാനുണ്ട് ഷൈറ്റ്. നമ്മുടെ ബ്രൊക്കോളിയിൽ ഉണ്ടായി തുടങ്ങിയിട്ടാ. അതേ നോക്കിയേ, ഉണ്ടോ? നല്ല ഭംഗിയായിട്ടാ ബ്രൊക്കോളിയിൽ ഉണ്ടാവുമ്പോൾ, നല്ല രസം കാണാനായിട്ട്. ഷൈറ്റേ വെയിലയില്ലേ, ഇനി കഞ്ഞി കുടിക്കുക കുറച്ച് നേരം കൂടി. അതെ, ഞാൻ വരാം. അപ്പൊ ഞാൻ നമ്മുടെ കോഴികൾക്ക് കുറച്ച് ചീര അരിഞ്ഞു കൊടുത്തല്ലോ സമയം കൊണ്ട്. അപ്പൊ എൻ്റെ കഴിയും. അപ്പൊ നമ്മുടെ നന്നായിട്ട് കതിര് വന്ന ചീരായിട്ട് അത് മാത്രമേ അരിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ നന്നായി അരിഞ്ഞരിഞ്ഞത് ഒരു വിധം കണ്ട ഇതേപോലെ നിറച്ച് കതിരായി. അപ്പൊ അങ്ങനത്തെ ആയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണേ. ഇതേ കണ്ടോ, ഇതേപോലെ. ഇതിപ്പോ നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച വരെ അവരിങ്ങനെ കൊത്തി കൊത്തി നിന്നോളൂ. വയ്യ 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 കുട്ടികളെ തരാട്ടാ. വാ വാ, എല്ലാവരും വന്ന് കഴിച്ചോട്ടാ. വാ അമ്മേനെ കടത്തിയ അമ്മയുടെ കുട്ടികള് വയ്യോ, അവിടെ തിന്നോട്ടേട്ടാ. ശിക്കിടുമണി ശിഞ്ചിരിമണി ഇവിടെ കിടന്നോട്ടാ. ഇപ്പൊ വരാട്ടാ. ഇവിടെ കിടന്നോട്ടാ, ഇപ്പൊ വരാട്ടാ. അല്ലുവിന് വെയിലത്ത് ഇങ്ങനെ കിടക്കുക, എന്നിട്ട് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുക. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാട്ടാ. ഇപ്പം ആ മണലിൽ കിടക്കും കണ്ടോ, ഇങ്ങനെ മലർന്ന് കിടക്കും. ഈ മലർന്ന് കിടത്ത അവൾ കിടന്നുള്ളൂ കണ്ടാ. അത് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഹാപ്പിയായി. അല്ലുമണി അവിടെ കിടന്നുണ്ടോ? ഞാൻ പോട്ടേട്ടാ, നമുക്ക് അവിടുത്തെ പറമ്പിലേക്ക് പോകണം. തെറ്റ നമ്മുടെ ഈ കോവയ്ക്ക ഉണ്ടായി തുടങ്ങിയിട്ടാ. ഇതേ കണ്ട കുഞ്ഞ് കോവയ്ക്കല്ലേ, നിർത്താൻ പറ്റില്ല. ഇത് പൊട്ടിച്ചെടുക്കണം, അധികമൊന്നുമില്ല എന്നാലും ഇതേ കുറച്ചേക്ക്. അപ്പോൾ ഇതൊക്കെ ചെയ്യണം. അപ്പം അതിന് മുന്നായിട്ട് നമ്മുടെ പണിസ്ഥലത്തേക്ക് അവർക്ക് കറിയിലേക്ക് ഞാൻ പറയാറുണ്ടല്ലോ, അവർക്ക് എല്ലാ ആഴ്ചയിലും ഇറച്ചി മേടിക്കുന്ന ദിവസം കൊള്ളി വേണമെന്ന്. ഇന്ന് അപ്പോൾ അതേപോലെ തന്നെ കൊള്ളി പറിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് പറിച്ചെടുക്കാം. പിന്നെ നമുക്ക് പറമ്പിൽ കുറേ ചെറിയ പണികളൊക്കെ ഉണ്ട്. ഒന്ന് കൈക്കോട്ടുകൊണ്ടൊന്ന് മാതിയിട്ട് മതി, ഞാൻ പോരുന്നു വെച്ചു.
നമ്മളിവിടെ ഇടയ്ക്ക് നനച്ചുടക്കുന്ന കാരണം മണ്ണ് നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിന് മുന്നേ വലിക്കാന്ന് വെച്ചേ. അയ്യോ പൊട്ടിയിരുന്നു. നല്ല വലിപ്പുള്ള കൊള്ളിയായതാണ്. കണ്ടോ നോക്കിയേ കൊള്ളിയുടെ വണ്ണോ. എൻ്റെ കൈ വയ്ക്കുമ്പോൾ അറിയണ്ട. ഈ കൊള്ളിയിലത് കാണയില്ലേ നമ്മുടെ കൈപ്പത്തി. ചേച്ചിക്ക് അധികം വേണ്ടെന്ന് പറഞ്ഞോണേ. ചേച്ചി ചെറിയ കൊള്ളി മതി എന്ന് പറഞ്ഞോണേ. അപ്പോളേ ഇത് നമുക്ക് വെള്ളിയേച്ചിക്ക് കൊടുക്കാം. ഇന്നൊരു കൊള്ളി. അപ്പോൾ വെള്ളിയേച്ചിക്ക് ചീരിയും അരിഞ്ഞു കൊടുക്കണം. അപ്പോൾ കൊള്ളി കൊണ്ടുപോകാൻ പൂമഴിക്ക് വെള്ളിയേച്ചിക്ക് ചീരിയും കൊടുക്കാം. ഇതേപോലത്തെ കൊള്ളികൾ ഇനിയാട്ടാ നമ്മുടെ ഈ വെച്ച് കൊടുത്തിട്ടുള്ളതെല്ലാം. അതും 2 സൈസ് ഉണ്ടാവും. ഇതിനിപ്പോൾ കണ്ട വണ്ണം കൂടുതൽ നീളം കുറവ്, മറ്റേത് വണ്ണം കൂടുതൽ നല്ല നീളമുള്ളത്. അങ്ങനത്തെ 2 സൈസ് മോഡൽ കൊള്ളിയാണ് നമുക്ക്. ഇതൊക്കെ 6 മാസം കൊള്ളിയായിട്ട് 6 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും കൊള്ളിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 9-10 മാസമൊക്കെ ആയിട്ടുണ്ട്. കൊള്ളിക്ക് കേടുമില്ല, വേവാത്ത കുഴപ്പമില്ല. അവിടെ ഇരിക്കട്ടെ, ചീരരിയട്ടെ. ടൈസും കുട്ടാ, അയ്യോ ടൈസും കൂട്ടിനെ വിളിച്ച വെട്ടു. ടൈസും കൂട്ട അപ്പം പിന്നാലെ വരും ഉഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊഴിയണില്ല കേട്ടോ. അവിടെ ഇരിക്കി. ചീര എന്ന് പറയുന്നതേ നമുക്കറിയാലോ, നമ്മുടെ പറമ്പിൽ തന്നെ മുളയ്ക്കുന്ന ചീരകൾ. അതാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത്. നമ്മുടെ കപ്പലണ്ടിയുടെ, അതായത് കപ്പലണ്ടി കണ്ടാ, ഈ കപ്പലണ്ടിയുടെ ഇടയിലൊക്കെ ചീരകൾ മുളച്ചിട്ടുണ്ട്. കണ്ടോ എന്തൊരു നല്ല ചീരലയെന്നറിയോ. കാരണം കളയാൻ തോന്നണില്ല. അവിടെ നമ്മുടെ എന്താ പറയുക കോളിഫ്ലവറിൻ്റെ ഇടയിൽ നല്ല 2 കട നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എരിയട്ടെ. ഇനി നമുക്ക് ചേച്ചിക്കുള്ളത് ആദ്യം കൊണ്ടു കൊടുക്കട്ടെ. അവർക്ക് കറി വയ്ക്കാനുള്ളതാണേ. ഇതിലത്തെ ഈ ഒരെണ്ണം പൊട്ടിയത് ഇത് പണിസ്ഥലത്തേക്ക് കൊടുക്കാം. ഇത് വെള്ളിയേച്ചിക്കും കൊടുക്കാം. ഇപ്പം വരാട്ടെ ടൈസാന്ന്. ഞാനിപ്പോൾ തന്നെ ഈ പറമ്പേക്ക് വരും. അവിടെ ഇരുന്നോ, വരണ്ടാട്ടാ. അവൻ വരും. പേലിക്കുട്ടി ഇപ്പം തന്നെ ഈ പറമ്പേ വരും. ഇവിടെ കിടന്നോ. വെള്ളിയേച്ചി വെള്ളിയേച്ചി അവിടെ ഇല്ല. അപ്പം കൊള്ളി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. ചീര പിന്നെ വേറെ സൈഡിന് കൊടുക്കാം. അപ്പം നമ്മുടെ പണിസ്ഥലത്ത് വിജയിച്ചിക്ക് കൊടുക്കാം ചീര. നടക്ക് ടൈസ് കൂട്ടാ. അതില്ലേ ചേച്ചിയാ ഒരു കൊള്ളി മതിയില്ലേ. പിന്നെ നമ്മുടെ വെള്ളിയേച്ചിക്ക് ഒരു കൊള്ളിയോടെ വയ്ക്കാൻ പോയി. അപ്പോൾ വെള്ളിയേച്ചിനോട് ഇല്ല. വെള്ളിയേച്ചിക്ക് ഉണ്ടാവും പോയി വെക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഇത് വെള്ളിയേച്ചിക്ക് അരിഞ്ഞ ചീര. അപ്പോൾ വെള്ളിയേച്ചിക്ക് പിന്നെ അരിഞ്ഞു കൊടുക്കാം. ഇത് ചേച്ചി കൊണ്ടുപോയിക്കോ വീട്ടിൽ. വെള്ളം തെളിച്ച് വെച്ചു. അപ്പോൾ പോണവരെ വാടാണ്ടിരിക്കും ചേച്ചിയാ. ഇനി നമ്മളുണ്ടല്ലോ കവച്ച്, നമ്മുടെ പച്ചക്കറികൾക്ക് നമ്മൾ തളിച്ച് കൊടുക്കുന്നത് ഇതാണ് കവച്ച്. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടുമ്പോൾ ഇവിടുന്ന് നമ്മുടെ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാട്ടാ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് എളുപ്പത്തിലൊക്കെയും. പക്ഷേ പറ്റാത്തവർക്ക് ഇത് നല്ലതാണ് കവച്ച് ഇങ്ങനെ. അപ്പോൾ ഇതിലുള്ള സാധനം എന്ന് പറയുന്നത് ആകെപ്പാടെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം ഗോമൂത്രം, പിന്നെ വേപ്പെണ്ണ, അതുപോലെ കാന്താരി മുളക്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ബാർ സോപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ നമുക്കൊരു നിശ്ചിത അളവിലൊക്കെ ആക്കിയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് കുറച്ചെടുക്കും.
ഒരു പ്രത്യേക മണ്ണായിട്ട് എൻ്റെ മേലേക്ക് തെറിച്ചു. ഗോമൂത്രത്തിൻ്റെ ഒരു മണി. അപ്പോൾ ഏതാണ്ട് ഒരു 100 മില്ലിയുടെ അടുത്തേക്കായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് നന്നായിട്ട് നേർപ്പിക്കുക. ഏതാണ്ട് 1 ലിറ്റർ വെള്ളമൊക്കെ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിലും വല്ല അഴുക്കുണ്ടെങ്കിലേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പ വെച്ചിട്ട് ഒഴിക്കണേ. കുറേ കീടങ്ങളുടെ ശല്യം ഒക്കെയും കുറയും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ പറയാറുണ്ട് ഈ ജൈവമായത് എന്ത് നമ്മൾ ചെയ്യായാലും ഒരു 10-15 ദിവസം കൂടുമ്പോൾ നമ്മളിത് തെളിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത്ര ഒഴിച്ചാലേ ഇത് നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടും. മറ്റേ ഗോമൂത്രത്തിൻ്റെ മണല്ലേ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്കിത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ അടുത്തൊരു ചേച്ചി എനിക്ക് ഇതേപോലെ ഗോമൂത്രം ഞാൻ ആക്കിത്തരാൻ പറയുമ്പോൾ ചേച്ചി എനിക്ക് ആക്കിത്തരും. എല്ലാ ആഴ്ചയിലും ഞാൻ എടുത്തുകൊണ്ടും. അങ്ങനെയാണ് നമ്മൾ കൂടുതലും നമ്മുടെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് തളിച്ചു കൊടുക്കുന്നത് നമ്മുടെ മുളകിനാട്ടാ. കാരണം ഞാൻ പറയാറില്ലേ, കുഞ്ഞു തൈകൾ കണ്ടോ, ഇത്ര പോന്ന കുഞ്ഞു തൈകളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ തളിച്ചു കൊടുക്കണം. അത് മാത്രമല്ല, അതേ പുല്ല് വലിക്കാറായി എനിക്ക്. എന്നും പുല്ല് വലിക്കാണ്ടാവും കേട്ടോ. ഇത് വലിക്കണം എനിക്ക്. ഇപ്പം ഞാൻ എന്തായാലും തളിച്ചു കൊടുക്കട്ടെ. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് തളിച്ചു കൊടുക്കുക. കുരുടിപ്പോ അല്ലെങ്കിൽ മറ്റുള്ള വെള്ളീച്ചയുടെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. ചീരത്തൈയാണ് കൂടുതലും മുളയ്ക്കണതേ. നാളെ അങ്ങ് വന്നിരുന്നിട്ട് വേണം അതിൻ്റെ കടക്കിലത്തെ പുല്ലൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ. എന്തൊരു വേഗം പുല്ല് മുളയ്ക്കണേ. ഇത് ഇപ്പം എനിക്ക് തോന്നുന്നു പുല്ല് ആദ്യം വലിക്കാതിരിക്കേണ്ടതായിരുന്നു തോന്നുന്നു. നാളേക്കൊന്ന് വലിക്കണ്ടേ, എന്തിനു വലിക്കണമെന്ന് തോന്നും. കാരണം ഇത് ചെല്ലുമ്പോഴേ പുല്ലിനായിരിക്കും പെട്ടെന്ന് വളർച്ച വരേ. ഇത് കീടങ്ങളുടെ മാത്രമല്ല, അടിവളയാലും നല്ലതാണ് ഇവർക്ക് ഇങ്ങനെ വരുമ്പോൾ. ഈ ഒരു മുളക് തേയ്മയ്ക്ക് ഇപ്പോൾ പൂവയ്ക്ക് ആയി തുടങ്ങിയ ടൈമാട്ടാ. അപ്പോൾ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഈ കവച് തെളിക്കാനുണ്ടാവും. കാരണം ഇന്നിപ്പോൾ ഞാൻ മുളകിനെ തെളിച്ചു, പിറ്റേ ദിവസം വേറെ ആൾക്ക് തെളിക്കും. അങ്ങനെ മാറി മാറി ദിവസം നമ്മൾ ഓരോരുത്തർക്കും മാറി മാറി കവച് ഇങ്ങനെ തെളിച്ചു കൊടുക്കൂട്ടാക്ക്. ഭയങ്കര എന്താ പറയുക, കീടങ്ങളുടെ ശല്യം കുറവുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാണ്ട്. അയ്യോ, അതിന് മുന്നായിട്ട് നമ്മുടെ തൈക്ക് കുറച്ച് കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ പുളിപ്പിക്കാൻ വെക്കാറില്ലേ, അതിൻ്റെ തെളി എടുത്തിട്ട് അവർ കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പച്ചക്കറികളൊക്കെ പൊട്ടിച്ച് ഇവിടെ നിന്ന് പോവാം. നമ്മുടെ കയറ്റിന് നമ്മൾ ഇതെല്ലാം അയച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അതായത് കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് ഒരാഴ്ച അങ്ങനെ വെക്കും. കുതിരാൻ വേണ്ടിയിട്ട് ഒരാഴ്ച വെക്കും. അത് കഴിയുമ്പോൾ അതിലത്തെ തളി മാത്രം എടുത്തിട്ട് എത്രയാണോ എടുക്കണേ അതിൻ്റെ 4 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അതാട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇവർക്ക് എല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇന്നതെന്നല്ല, പക്ഷെ കട തൊടാണ്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ തൊഴിക്കണേക്കാളും മുന്നേ ആദ്യം നന്നായി നനച്ചു കൊടുക്കും. നനച്ച് കൊടുത്തിട്ടാണ് പിന്നെ തൊഴിക്കുള്ളൂ. അധികം ഒന്നും വേണ്ട, കണ്ടോ, കുറേശ്ശെ ഒഴിച്ചാൽ മതി. ഇതും ഞാൻ പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ മറ്റേ കവച് തെളിക്കുമ്പോൾ പറഞ്ഞില്ലേ, അതൊരു 10-15 ദിവസം കൂടുമ്പോൾ ഒഴിക്കണം. ഇത് എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പുതിയ മുളകും തൈകൾ ഇവർക്ക് ഇന്ന് ഒഴിക്കേണ്ട ദിവസമല്ല, പക്ഷെ ഞാൻ നല്ല ഇതിൻ്റെ ബാക്കി വന്നത് ഇവർക്ക് ഒഴിച്ചു കൊടുക്കണത്.
അപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് പച്ചക്കറികൾ പൊട്ടിച്ച് പോവാം. ആദ്യം നമ്മുടെ പടവലങ്ങ പൊട്ടിക്കാം. ഇതുവരെ ഈ പടവലങ്ങ നമ്മൾ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ പുതിയ തൈമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. ഏറ്റവും ഫസ്റ്റ് ടൈമാണ് ഈ പടവല. ഇത്ര വലുതാവുള്ളൂ മാക്സിമം. കുഞ്ഞു പടവല. ഇത് 3 പൊട്ടിക്കാറായിട്ടുള്ളൂ. 3 മതി. ഇനി നമ്മുടെ പടവലത്തിൻ്റെ തൊട്ടായിട്ടാണ് നമ്മുടെ നിത്യവൈദ്യനി നിങ്ങളെ അതുകൂടി പൊട്ടിക്കട്ടെ. നിത്യവൈദ്യനിക പിന്നെ നിത്യം പൊട്ടിക്കാം നമുക്ക്. ഇപ്പോഴും നമുക്ക് കമൻറ്റ് വേണ്ടിട്ടാ നിത്യവഴുതനങ്ങ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അടുത്തേക്കൊന്ന് നന്നായിട്ട് കാണിക്കുമെന്ന് ചോദിച്ചിട്ട് ഇതാ കണ്ടോ, ഇതേപോലെ ഇരിക്കുക. നോക്കിയേ, നമ്മളിത് ഇത്രയും നിത്യവൈദ്യനങ്ങ പൊട്ടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അവിടെയും കൂടിയും പൊട്ടിക്കാണ്ടിട്ടാ. അപ്പോൾ അത് പൊട്ടിക്കാൻ പോട്ടാ. ഇത് നോക്കിയേ, എന്ത് രസമായിട്ടാണ് നോക്കിയിട്ടുണ്ടായി നിൽക്കണേ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒറ്റ പന്തലല്ലേ. പിന്നെ നിത്യവൈദ്യനങ്ങ നമ്മുടെ വീടിൻ്റെ അടുത്ത് സൗദാമിനി ചേച്ചിയുണ്ട്. ചേച്ചിക്ക് എന്താ പറയുക കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിജയിച്ചിയുടെ കയ്യിൽ കൊടുത്തു വിട്ടാണ് പറഞ്ഞോണേ. ചേച്ചി ഇതുവരെ അടുത്തേക്ക് കണ്ടിട്ടില്ലാന്ന്. അപ്പോൾ ചേച്ചിയോട് വേറെ ആരൊക്കെ ചോദിച്ചു വന്ന്. അപ്പോൾ ഇന്ന് ഇതിൽ നിന്ന് കുറച്ച് വിജയിച്ചിയുടെ കയ്യിൽ കൊടുത്തു വിടണം. നമ്മുടെ വെണ്ടക്കായ പൊട്ടിക്കാം. വെണ്ടക്കായ പൊട്ടിക്കുന്നേക്കാളും മുന്നേ നമ്മുടെ കുക്കമ്പർ പൊട്ടിക്കാട്ടാ. നോക്കിയേ, കുക്കമ്പർ നില മുട്ടിയിട്ടാ നിൽക്കണേ. അന്ന് നമ്മൾ പന്തലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കാട്ടി തന്നിട്ടായിരുന്നില്ലേ കുക്കമ്പർ. ആ കുക്കമ്പർ എന്നിട്ട് ഏറ്റവും വരെ വലുതായി നിൽക്കണത്. താഴത്ത് മുട്ടി നിൽക്കണ ഇലകളെ പൊട്ടിച്ച് കളഞ്ഞാലേ കുറേ കേട് കുറയുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനത്തെ വൈറ്റ് സ്നോ കുക്കമ്പർ ഇട്ടാ എന്താ പറയുക നന്നായിട്ടുണ്ടാവും. കട തൊട്ട് തന്നെ ഉണ്ടായി തുടങ്ങും. അവരിങ്ങനെ നിറച്ചായിട്ട് ഓരോ കിലും കണ്ട ഇങ്ങനെ നിൽക്കും. അവിടെ വെണ്ടക്കായ പൊട്ടിക്കാം. നമ്മുടെ വെണ്ടക്കായ പൊട്ടിക്കണേക്കാളും മുന്നുണ്ടല്ലോ നമ്മുടെ കൊത്തമര തൈ നല്ല ഭംഗിയിൽ വളർന്നു വരുമായിരുന്നു. ഒരു കേടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പറയാറുണ്ടല്ലോ കേട് വരാനിരിക്കില്ല, അതിന് മുന്നേ തന്നെ നമ്മൾ ഇവർക്ക് എന്താ പറയുക കവചമൊക്കെ തളിച്ചു കൊടുക്കാറുണ്ടെന്ന്. അപ്പോൾ കവചിന് പകരം വേറൊരു ജൈവമായ രീതി, അതായത് കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ സബോള ഇട്ട് വെച്ചിട്ട് ഒരു ജൈവം ഉണ്ടാക്കി ഞാൻ. പക്ഷേ എന്നിട്ട് തളിച്ചു കൊടുത്ത് നോക്കി. പക്ഷേ തളിച്ചപ്പോൾ എന്നിട്ട് കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ ഇത് വളർച്ച കുരുടിച്ചു. പെട്ടെന്ന് വളർച്ച നിൽക്കുകയും ചെയ്തേ. എലിയമ്മയ്ക്കും കണ്ട ദേ ഇങ്ങനെ ഒരു
കണ്ടോ കഞ്ഞിവെള്ളത്തിൻ്റെതായ ആ ഒരു പാടൊക്കെ ആയിട്ട് വളർച്ച നിന്നു. ചെടി പോയിന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ ഇതാ ചെറുതായിട്ട് ഇതാ കൂമ്പൊക്കെ എടുത്ത് തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ എന്ത് ജൈവമായി ഇത് ചെയ്യായാലും നന്നായിട്ട് നേർപ്പിച്ച് ഒരു എണ്ണത്തുമ്പിക്കൊക്കെ തെളിച്ച് കൊടുക്കാറുള്ളൂ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് അറിയില്ല. ഒറ്റയടിക്ക് നമ്മുടെ ഇവർക്ക് തെളിച്ചു കൊടുത്തു. അതേപോലെ കുറച്ച് വഴുതിരിക്ക തൈക്ക് തെളിച്ചു കൊടുത്തു. അതൊക്കെയും പോയി. അപ്പോൾ എനിക്ക് പറഞ്ഞാണ് ചേച്ചി പറയണത്, ഞാൻ തെളിച്ചേൽ അത് എന്താ പറയുക വീര്യം കൂടുതലായിരിക്കുന്നു. അതായത് നന്നായി നേർപ്പിക്കൽ കുറഞ്ഞിട്ടുണ്ടാവുന്നു. നമ്മൾ കഞ്ഞിവെള്ളം സബോളില്ലേ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അവർക്ക് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോഴേ നല്ല സ്ട്രോങ് ആണെന്ന് തോന്നുന്നുണ്ടേ. അങ്ങനെ വഴുതിനേക തൈ രണ്ടും കുറച്ച് പോയി. പക്ഷെ ഇവർ പിന്നെ ഇങ്ങനെ കൂമ്പൊക്കെ എടുത്തതാ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പാവങ്ങൾ നോക്കി ഈ തൈയൊക്കെ നിൽക്കുകയാണെങ്കിലേ വിഷമം തോന്നും. നന്നായിട്ട് ഉണ്ടാവണതും കൂടി ആയിരുന്നേ. അപ്പോൾ ഇതിലുള്ള കുറച്ച് കൊത്തമ്പരി കൂടി ഞാൻ പൊട്ടിച്ചെടുക്കണ്ട് കേട്ടാ. കണ്ടോ സാധാരണ കൊത്തമ്പരി പോലെ നല്ല നീളമൊക്കെ ഉള്ള കൊത്തമ്പരി തന്നെയാണ്. നന്നായി സൂക്ഷിച്ച് പൊട്ടിക്കണം. കാരണം കൊത്തമ്പര ഈ കണ്ടോ ഇപ്പോൾ ഒരെണ്ണം മൂത്തത് പൊട്ടിക്കാണ്ട്, ഈ ഒരെണ്ണം ചെറുതാണ്. ഇങ്ങനെയാണ് കൊത്തമ്പര ഉണ്ടാവുക. അപ്പോൾ അത് കാരണം നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം പൊട്ടിക്കാൻ. നമ്മുടെ പച്ച വെണ്ടക്കായും ചുവപ്പ് വെണ്ടക്കായും ഇപ്പോൾ പച്ചപ്പയറും ചുവപ്പ് പയറും കൂടി വയ്ക്കണ പോലെ ഞാൻ പച്ച വെണ്ടക്കായും ചുവപ്പ് വെണ്ടക്കായും കൂടിയിട്ട് വയ്ക്കണേ. ഇനി നമ്മുടെ തക്കാളി നോക്കിയേ. ഞാനേ നമ്മുടെ ഉള്ളി ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും കാണിക്കേണ്ട ഉള്ളീനെ ആ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഉള്ളി നട്ടപ്പോൾ എന്താ പറയുക, ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ തന്നെ ഉള്ളി നട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് വിളവെടുക്കാന്നുള്ളത്. അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നു, ഞാൻ എന്താ പറയുക ഉള്ളി നട്ടിട്ട് ഉള്ളി ആയി തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കാട്ടിത്തരാം ഉള്ളി ആയി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ കണ്ട ഉള്ളി ആയിട്ടുള്ളത് എല്ലാ കടയും ഉള്ളി ആയി തുടങ്ങിയിട്ടാ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ എന്തൊരു സന്തോഷമായി എന്നറിയോ. കാരണം അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് ശ്രമിച്ചുല്ലോ. അപ്പോൾ കമൻറ്റും കൂടി വന്നപ്പോൾ ഇഷ്ടമായി എനിക്ക്. ഇതൊക്കെ ശരിക്കും അറിയാം. കണ്ടോ ഇതേ എന്താ പറയുക എന്തോ വീണിട്ടോ അങ്ങനെ ഒന്ന് മലർച്ചു. അതുകൊണ്ടാണ് ഇത് ശരിക്കും കാണാൻ പറ്റണത് നമുക്ക്. അപ്പോൾ നമ്മുടെ കൂടെ ആ പുള്ളി നട്ട് ഒരാൾക്ക് അതേപോലെ ഉണ്ടായി തുടങ്ങിയെന്ന് കേൾക്കുമ്പോഴേ അറിയില്ല, പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് തക്കാളി പൊട്ടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാട്ടാ. നമ്മുടെ ഈ തക്കാളി ഈ തക്കാളി ഞാൻ കഴിഞ്ഞ വട്ടമൊക്കെ പറഞ്ഞല്ലോ, വടിയൊന്നും കുത്തി കൊടുക്കാണ്ട് നിലത്ത് പടർത്തി ഇങ്ങനെ നിലത്ത് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണെങ്കിൽ കാണാനൊരു ഭംഗിയില്ല, പുല്ല് വലിക്കാനും പറ്റണില്ല, ആകെ കാട് പിടിക്കണ പോലെ. അപ്പോൾ എന്താണെങ്കിൽ ഇതിലുള്ള പച്ചത്തക്കാളി ആയാലും പഴുത്ത തക്കാളി ആയാലും എല്ലാം നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് പിന്നെ ഇവിടെ ഒരൊറ്റ നിരപ്പാക്കൽ. എന്നിട്ട് ആദ്യം പൊതിയം അടുത്ത ആൾക്കാരെ നട്ടു കൊടുക്കാട്ടാ. പിന്നെ നമ്മൾ മുന്നൊക്കെ തക്കാളി നട്ട സമയത്ത് കുറച്ച് നമ്മുടെ കൊള്ളിത്തരയ്ക്ക് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കി അവരൊക്കെ പൊടിച്ചിത്രേ. പക്ഷെ ഇതൊന്നും ഉണ്ടാവാൻ നിർത്തി കഴിഞ്ഞാൽ പക്ഷെ ഇതൊക്കെ കളഞ്ഞ് ഈ ഭാഗം ഫുള്ളൊറ്റ നിരപ്പാക്കി നല്ല ഭംഗിയിൽ അടുത്ത് നമ്മൾ നട്ടു കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളോട് എപ്പോഴും പറയാനുള്ള ഒരാൾ കണ്ട നമ്മുടെ ചീര ആളുടെ ഹൈറ്റ് പോണ പോക്ക് നോക്കി നല്ല നിറച്ച് വിത്തായിട്ട് പോണേ. അപ്പോൾ നമുക്ക് ഇതിലുള്ള തക്കാളിയൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ. നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ കാടായിട്ട് കിടക്കല്ലേ.
നോക്കി എന്തുമാതിരി ഉണ്ടാവണേ, കളയാനൊന്നും തോന്നണില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണേ. പച്ചത്തക്കാളി കൊണ്ട് കറി വെച്ചാൽ നല്ല രസമാട്ടാ. ഒരു കൊട്ടയും കൂടി കൈ പിടിക്കേണ്ടതായിരുന്നു, കാര്യം വിട്ടുപോയി. നല്ല വലിപ്പം വേണ്ട തക്കാളിയെ കണ്ട. നോക്കിയൊരു കൊലയമ്മയ്ക്ക് എത്ര എണ്ണം ഉണ്ടാവണേ. വടി വെച്ച് കെട്ടി കൊടുത്തിങ്ങ ഇപ്പം കളയാണ്ട് നോക്കായിരുന്നു. അത് ചെയ്തൂല. നോക്കി നിലത്തോടെ ഉണ്ടായി കണ്ടപ്പോൾ വിചാരിച്ചു നന്നായിട്ട് ഉണ്ടാവണ്ടല്ലോ, അങ്ങനെ കിടന്നോട്ടേന്ന്. പക്ഷെ അത് പെട്ടുപോയി. എന്നും പഴുത്ത തക്കാളി പൊട്ടിച്ചോണ്ടിട്ട് ഈ പ്രാവശ്യം പച്ച തക്കാളി പൊട്ടിക്കല്. അപ്പോൾ നോക്കിയേ, നമ്മൾ ഇത്രയും പച്ചക്കറികളായിട്ട് പൊട്ടിച്ചെടുത്തേ. നമുക്ക് വീട്ടിൽ പോവാം, അങ്ങോട്ട് അയ്യോട്ടാ. ഇന്നലെ രാത്രി ഒരു കാര്യം ഉണ്ടായി. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയും പേടിക്കൽ മാത്രമല്ല, ഒത്തിരി വിഷമിച്ചൊരു രാത്രിയും കൂടിയായിരുന്നല്ലോ ഇന്നലത്തെ. കാരണം എന്നിട്ടെന്നറിയോ, എന്നോട് എല്ലാവരും ചോദിക്കാറില്ലേ സ്മിത എങ്ങനെയാണ് ഈ പണികളൊക്കെ എടുത്ത് കഴിക്കണേന്ന്. എൻ്റെ കൂടുതൽ പണികൾ രാത്രിയിലാണ്. ഞാൻ വിളക്കൊക്കെ വെച്ച് ഇതിന് ശേഷമാണ് ഞാൻ കുറേ പണികൾ ചെയ്യുക. അതായത് നമ്മുടെ ചട്ടികൾക്ക് എന്താ പറയുക, ചട്ടികൾ കഴുകുകയെ അതല്ലെങ്കിൽ അതിലേക്ക് അത്യാവശ്യത്തിന് വെള്ളം ഇടുക അല്ലെങ്കിൽ മണ്ണ് നീക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ രാത്രിയിൽ ഇരുന്നിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ ഇന്നലെ ഇതേപോലെ ഇരുന്ന് ചെയ്യണ സമയത്ത് നമുക്കിങ്ങനെ ഇവരെ കുട്ടിപ്പട്ടാളങ്ങനെ ഓടി നടക്കുകയാണല്ലോ. അപ്പോൾ ചട്ടികൾ കയറ്റി കടത്തി പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് വേണം അതൊന്ന് കഴുകി എടുക്കാനൊക്കെ ആയിട്ട്. കാരണം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ പൈപ്പ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇവർ ആ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്ന കാരണം ഞാൻ ചട്ടികളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടൊക്കെയാണ് കഴുകാട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങനെ ചട്ടികൾ പുറത്തേക്ക് എടുക്കുക കഴുകലൊക്കെ ആയപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും ഒരു ഭാഗത്ത് ഇങ്ങനെ സഭ കൂടി ഇരിക്കുന്ന പോലെ നന്നായിട്ട് അവർ കളിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പതുക്കെ ഗേറ്റ് തുറന്ന് വെച്ചിട്ട് വേഗം കുറച്ച് ചട്ടികൾ പുറത്ത് വയ്ക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ 1-2 ചട്ടി പുറത്ത് വെച്ച് നോക്കുമ്പോൾ കല്യാണിക്കുട്ടീനെ മാത്രമേ കാണാനുള്ളൂ, ബാക്കി ആരും കാണാനില്ല. ഇവരെ ആ ഗേറ്റ് കടന്ന് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ കോമ്പൗണ്ടിലേക്ക് ഇവർ ആദ്യമൊക്കെ നമ്മളെപ്പോഴും ഒരു കോമ്പൗണ്ടിലേക്ക് ഇറക്കാറുണ്ടല്ലോ, പിന്നെ നമ്മൾ ഇവർക്കുള്ള സൗകര്യങ്ങളാക്കി കൊടുത്താൽ പിന്നെ അവർ ഇറക്കാറില്ല. ഗേറ്റ് തുറന്ന് കണ്ടപ്പോൾ കുട്ടിപ്പട്ടാളങ്ങൾ വിചാരിച്ച് ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗേറ്റ് തുറന്ന് കൊടുത്തോണേന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പെട്ടെന്ന് പുറത്തേക്ക് കാണുന്നത്. അപ്പോൾ വേഗം വിളിച്ചപ്പോൾ കയറി ഗേറ്റ് അടച്ചപ്പോൾ 2 പേരെ കാണാനില്ല അപ്പോഴും. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇവർ നമ്മുടെ ചേട്ടന്മാരെ പറമ്പിലേക്ക് പോയി നോക്കണേ. അപ്പോൾ എല്ലാവരും അവരുടെ ആവശ്യത്തിനുള്ള കുറച്ച് കൃഷിക്ക് വയ്ക്കണതല്ലേ. അപ്പോൾ എനിക്ക് എന്നിട്ട് പറയാം ആകെ ടെൻഷനായി. പിന്നെ അത് പ്ലാറ്റിനി മോനും നമ്മുടെ ബോൾട്ട് മോനായിട്ട് അങ്ങോട്ട് ഓടിപ്പോയത്. പിന്നെ ഇവിടെ മോനൊക്കെ ഉണ്ടായിരുന്നു, അവരെ വിളിച്ച് കയറ്റിയും കൂടി എനിക്ക് ഭയങ്കര പേടി. കാരണം പച്ചക്കറികളിൽ അവർ നശിപ്പിച്ചാൽ പോകുന്നത്. കാരണം ഇവർ വേറെ ഒന്നും ചെയ്യില്ല എന്നറിയാം, ഇവർ കളിക്കൽ കൂടുതലാണേ, അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് കുത്തി മറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടന്മാരെ അടുത്ത പച്ചക്കറികൾക്കൊക്കെ വല്ലതും പറ്റുമോ എന്നുള്ളൊരു പേടിയും സങ്കടവും എല്ലാം കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കിടക്കാനും ഒത്തിരി നേരം വയ്ക്കും. സാധാരണ തന്നെ ഞാൻ എന്നും ഒരു നേരം വൈകിട്ട് കിടക്കുന്ന ആളാണ്, അതിനും വിട്ട് നേരം വൈകുക. കിടന്നിട്ടാണെങ്കിൽ ഉറക്കത്തിന് ഇടയ്ക്കിടയ്ക്ക് ഉണരായിരുന്നു. ദൈവമേ വല്ലതും നാശമായിട്ടുണ്ടാകുമോ എന്ന് വെച്ചിട്ട്. അവരിപ്പോൾ ആരും ഒന്നും പറയില്ല, പക്ഷെ എന്നാലും നാശമായി കഴിഞ്ഞാൽ നമുക്കറിയാലോ എന്തെങ്കിലുമൊക്കെ ഒരു വെച്ചുണ്ടാക്കി കൊണ്ടുവരുമ്പോഴത്തെ ആ ഒരു ടൈം എത്ര എടുത്തിട്ടാണ് നമ്മളൊരു പച്ചക്കറിയൊക്കെ ഒരു വിളവെടുത്ത് എടുക്കുന്നത്. അപ്പോൾ അറിയാണ്ടായാലും ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവർ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇത്രയും സൗകര്യം കൊടുത്ത് വളർത്തുന്നത്. എന്നിട്ട് എൻ്റെ ഒരു ചെറിയൊരു തെറ്റ് കൊണ്ട്, കാരണം ഇവർ കടക്കില്ല, അവർ അറ്റത്താണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗേറ്റ് തുറന്നിട്ടത്. പക്ഷെ അതിലവർ ഓടിപ്പോയി. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിയും സങ്കടവും എല്ലാം കൂടി ശരിക്കും എൻ്റെ ഒരു കഴിഞ്ഞൊരു രാത്രി എങ്ങനെ നേരം വെളുപ്പിച്ചതെന്ന് അറിയില്ല, അത്രയും പേടിയുണ്ടായിരുന്നു. അങ്ങനെ നേരം വെളുത്ത് ഞാൻ ഫോൺ വിളിച്ച് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഇങ്ങനെ പച്ചക്കറികൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ. കുഞ്ഞാടിൻ്റെ അവിടേക്കൊക്കെ വിളിച്ച് വെച്ചപ്പോൾ ഇല്ല, ഒരു കുഴപ്പമില്ല, ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ശരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായത്. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ പാവങ്ങളിട്ട് അവർക്കൊന്നും അറിയില്ലല്ലോ, അവർക്ക് കളി എന്ന് പറഞ്ഞാൽ രാത്രിയാണ് അവരുടെ കളി ഏറ്റവും കൂടുതലേ.
അപ്പം അങ്ങനെ ഒത്തിരി പേടിച്ചും വിഷമിച്ചൊരു രാത്രിയാണ് എൻ്റെ കഴിഞ്ഞ ദിവസം കടന്നു പോയി. ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ ആ ഒരു നെഞ്ചെടുപ്പ് എനിക്ക് ഇപ്പോഴും മാറണില്ല. കാരണം ഈശ്വരൻ ആലോചിക്കാൻ കൂടി വയ്യ, എനിക്ക് ചിന്തിക്കണ്ട, അങ്ങനെയായി ഞാൻ. ഇതാലോചിച്ച് എൻ്റെ ഒരു ദിവസം പോണ പോലെയാ. അപ്പം അങ്ങനെ ഒരു ദിവസം കടന്നു എന്ന് പറയാ. ഇനി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാം നമുക്ക്. ഇനി അല്ലെങ്കിൽ കുട്ടിയെ എൻ്റെ മോള് മാത്രമേ ഇരുന്നു ഇങ്ങോട്ടും പോവാണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ആരും ആക്രമിക്കില്ല കേട്ടോ, അങ്ങനെയുണ്ട് ഇവർക്ക് കളിയാണ്. കാരണം നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കിടന്ന പണ്ട് ചെറുപ്പത്തിൽ ഇവരെ ആ കളിക്കാൻ വിട്ട് ഓർമ്മയുണ്ടല്ലോ, ആ രീതി വെച്ചിട്ട് കളിച്ചു. അന്നും ബോൾട്ട് മോനും പ്ലാറ്റിനും മോനും നേരെ പോയി പറമ്പിരിക്കുക. ഇന്നും അവർ ആ ലക്ഷ്യം വെച്ച് പോവുകയും ചെയ്തു. അതുണ്ടായത് സാരില്ല, ഒത്തിരി വിഷമിച്ചു വിട്ടാ, ഞാൻ പേടിക്കുകയും ചെയ്തു. കുട്ടാ ആ ശരി വരാം മോനാട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാട്ടാ. പ്രസന്ന മേനോൻ, ഹായ് പ്രസന്നേച്ചി. ഹുസൈബ ജവഹർ, ഹായ് ഹുസൈബേച്ചി. ജുമൈല, ഹായ് ജുമൈല. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാട്ടാ. വയോട്ടാ. നമുക്ക് കുറച്ച് ചുവപ്പ് ചീര തൈകൾ പറിച്ച് നടണം. അപ്പം നമ്മുടെ പറമ്പിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ നിറച്ച് മുളച്ച് കിടക്കുന്നുണ്ട് കേട്ടോ, അതാണ് നടന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മളിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് തക്കാളി തൈയായിരുന്നു. ഈ തക്കാളിയുടെ ഇടയിലായിട്ട് ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ മുളക് തന്നെ പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴേ അതിൻ്റെ അടിയിൽ കുറച്ച് ഉണക്കി കഴിയുമ്പോൾ കുറച്ച് എന്താ പറയുക മുളകിൻ്റെ കുരുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതങ്ങനെ തന്നെ കൊണ്ടുവെതറിൻ്റെ ഇവിടെ എല്ലാം മുളച്ച പോലെ. ഇപ്പം ഇതിൻ്റെ അടിയിൽ കാണുന്നത് മുഴുവൻ ചീരത്തൈയും ചീരത്തൈയേക്കാളും കൂടുതൽ കാണുന്നത് മുളകും തൈകളാട്ടാ. അപ്പം ഞാനിന്ന് നമ്മുടെ അവിടുത്തെ പറമ്പിൽ പച്ചത്തക്കാളി പൊട്ടിച്ചപ്പോൾ പറഞ്ഞില്ലേ, ആ സ്ഥലത്ത് ഇനി നിരപ്പാക്കിയിട്ട് വേറെ നടാൻ പോവാന്ന്. ഈ മുളകും തൈകളാണ് ഇനി നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് നടാന്ന് വിചാരിച്ചോണത്. ചുവപ്പ് ചീര തൈകളൊക്കെ പറിച്ചെടുക്കട്ടെ. അപ്പോൾ ഉച്ച തിരിഞ്ഞാണ് എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങൾ നടാൻ നല്ലത് കേട്ടാ. ഈ ചട്ടിക്ക് ഒരു ഓട്ടയുണ്ട്, അത് കാരണം ഇതിനെ കവർ വെച്ചോണേ. നമ്മൾ ഉച്ച തിരിഞ്ഞിട്ട് ഈ ചീരത്തൈകൾ നടന്നതിൻ്റെ കാരണം എന്നിട്ടെന്നറിയും, പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴും ഇതേപോലെ തന്നെ നിൽക്കും. കാരണം ഒന്നാമത് നമ്മൾ ഈ മണ്ണടക്കാൻ നട്ടുകൊടുക്കണേ. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ഇത് വൈകിട്ടാകുമ്പോൾ അങ്ങനെയും കൂടി ഒരു ഗുണമുണ്ട് കേട്ടാ. കൊണ്ടേ നടട്ടെ. ഇനിയും ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ഒരു തടം ഷായിട്ട് നടാളെ ശരിയാക്കി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ നമ്മുടെ ഈ ഒരു തടത്തിലേക്കുള്ള ചീരത്തൈകൾ നടൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിട്ട് കാണാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മൾ നന്നായി നനച്ചും കൊടുക്കൂട്ടാ. നട്ട് കഴിഞ്ഞാലും അപ്പം തന്നെ നന്നായി നനയ്ക്കും വേണം.